അതെ, ഇന്ന് നല്ല ഫ്ലേവർഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തായ് റെഡ് കറി പേസ്റ്റ് തയ്യാറാക്കാം. തായ്ലൻഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കറിയാണ് തായ് റെഡ് കറി. അതുണ്ടാക്കാനുള്ള ചട്നിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള 6-7 ചെറിയ ഉള്ളി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി. ഇനി വേണ്ടത് മീഡിയം എരിവുള്ള വറ്റൽമുളകാണ്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കുറച്ച് വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മല്ലിയാണ്. ഇനി ഒരു ഞുള്ളി ജീരകം വേണം. 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ശർക്കര പൊടിയും എടുത്തു വച്ചിട്ടുണ്ട്. കൂടാതെ മല്ലിച്ചപ്പിൻ്റെ തണ്ടും എടുത്തു വെച്ചു. ഇനി വേണ്ടത് നാരകത്തിൻ്റെ ഇലയാണ്. പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഉണക്ക ചെമ്മീൻ. 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ജീരകവും മല്ലിയും നല്ല മണം വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. മിക്സിയുടെ ജാറിൽ ജീരകം, മല്ലി, കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് ഇവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അരച്ചെടുക്കണം. കൂടെ നാരകത്തിൻ്റെ ഇലയും മല്ലിച്ചപ്പിൻ്റെ തണ്ടും ചോപ്പ് ചെയ്ത് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് മാത്രം വിനാഗിരിയോ വെള്ളമോ ചേർക്കാം. ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ചട്നിയുടെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ചെടുത്ത മിശ്രിതം ഇട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാർ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ചേർക്കാവുന്നതാണ്. ചട്നിയിലെ ജലാംശം ഒന്ന് പറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഈ ചട്നി കൂടുതൽ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തയ്യാറാക്കുന്ന ചട്നി 6-7 പേർക്ക് കഴിക്കാനുള്ള കറിയിൽ ചേർക്കാൻ തികയും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പരുവം. ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ ഒരു ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.